മഹാഭാരതത്തിലെ വനപർവ്വത്തിലെ 256 അധ്യായം നോക്കൂ. യുധിഷ്ഠിരൻ ഒരു സ്വപ്നം കാണുന്നു. അതിൽ ചില മാനുകൾ വന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ സഹോദരന്മാർ അത്രയധികം മാനുകളെ കൊന്നൊടുക്കിയെന്നും ഇനി കുറച്ചുപേർ മാത്രമേ ബാക്കിയുള്ളൂ എന്നും തങ്ങളുടെ വംശം നിലനിർത്താൻ തങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് അവർ യുധിഷ്ഠിരനോട് അഭ്യർത്ഥിക്കുന്നു. യുധിഷ്ഠിരൻ ദുഃഖിതനാവുന്നു. കഴിഞ്ഞ ഒരു വർഷവും 8 മാസവുമായി തങ്ങൾ അവരെയാണ് ആശ്രയിക്കുന്നതെന്ന് അദ്ദേഹം സഹോദരന്മാരോട് പറയുന്നു. തുടർന്ന് അദ്ദേഹം മറ്റൊരു കാട്ടിലേക്ക് പോകുന്നു. 1 വർഷവും 8 മാസവും. സങ്കല്പിക്കുക, പാണ്ഡവർ അത്രയും കാലം മാംസം കഴിച്ചിരുന്നത് കാരണം ആ കാട്ടിലെ മാനുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയിരുന്നു. ശ്രീരാമന്റെ കാര്യത്തിലും ഈ ചോദ്യം ഉയരുന്നുണ്ട്. രാമനും മാംസം കഴിച്ചിരുന്നു. സത്യമെന്തെന്നാൽ വൈദിക രാമായണത്തിലും വാൽമീകി രാമായണത്തിലും മാംസം കഴിക്കുന്നതിന്റെ ഉദാഹരണങ്ങളുണ്ട്. സ്വാമി വിവേകാനന്ദൻ തന്റെ ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ആധുനിക സംസ്കാരം ഒരു ധർമ്മസങ്കടത്തിലാണ് എന്ന്. രാമായണത്തിലും മഹാഭാരതത്തിലും രാമനും കൃഷ്ണനും മാംസം കഴിക്കുന്നതിന്റെയും മധുര കുടിക്കുന്നതിന്റെയും ഉദാഹരണങ്ങളുണ്ട്. സീതാദേവി ഗംഗാനദിയോട് വഴിപാടായി 1000 തവണ മാംസവും ചോറും വീഞ്ഞും നൽകാമെന്ന് നേരുന്നുണ്ട്. സീതാജി ഗംഗയ്ക്ക് മാംസം അർപ്പിക്കുന്നു. ഇത് വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡം 52 അധ്യായം 89 ശ്ലോകമാണ്. സ്വാമി വിവേകാനന്ദൻ ഈ ശ്ലോകത്തെയാണ് പരാമർശിക്കുന്നത്. മഹാഭാരതത്തിലെ ഉദ്യോഗ പർവത്തിൽ അധ്യായം 58 ശ്ലോകം 5 സഞ്ജയൻ പറയുന്നു, കൃഷ്ണനും അർജുനനും ചന്ദനം പൂശി മാലകൾ അണിഞ്ഞ് മധ്വാസവം, അതായത് ഒരുതരം മദ്യം കുടിക്കുന്നത് കണ്ടു എന്ന്. അർജുനന്റെ ശപഥം നോക്കൂ. ദ്രോണപർവം അധ്യായം 73. ജയദ്രഥനെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ തനിക്ക് ലഭിക്കേണ്ട ശിക്ഷകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, മാതാപിതാക്കളെ കൊല്ലുന്നവനോ ബ്രാഹ്മണനെ കൊല്ലുന്നവനോ ലഭിക്കുന്ന ശിക്ഷ തനിക്ക് ലഭിക്കട്ടെ എന്ന്. അതിനൊപ്പം അദ്ദേഹം പറയുന്നു, ദൈവത്തിന് അർപ്പിക്കാതെ പായസമോ മാംസമോ കഴിക്കുന്നവന് ലഭിക്കുന്ന ശിക്ഷയും. മനസ്സിലായോ? മാംസം കഴിക്കുന്നത് പാപമാണെന്നല്ല അർജുനൻ പറയുന്നത്, ശരിയായ രീതിയിൽ അർപ്പിക്കാതെ കഴിക്കുന്നതാണ് തെറ്റെന്ന് അദ്ദേഹം പറയുന്നു. അതായത് ശരിയായ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് മാംസം കഴിക്കുന്നത് അന്ന് വളരെ സാധാരണമായിരുന്നു. ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ അല്ലെങ്കിൽ ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഹിന്ദുക്കൾക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ അസ്വാഭാവികത തോന്നാം. കാരണം ഈ സംസ്ഥാനങ്ങളിലൊക്കെ മാംസം തൊടുന്നത് പോലും മതം നശിപ്പിക്കുന്ന കാര്യമായാണ് കാണുന്നത്. എന്നാൽ ദൈവങ്ങൾക്ക് മാംസം നൽകുന്നതിനെ കുറിച്ച് അർജുനൻ സംസാരിക്കുന്നുണ്ട്. ഇന്നും പല ക്ഷേത്രങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ ദക്ഷിണേശ്വർ കാളി ക്ഷേത്രം, തന്തന്യ കാളി ബാരി ക്ഷേത്രം, കേരളത്തിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിൽ മത്സ്യം അർപ്പിക്കാറുണ്ട്. ഇത് കൂടാതെ രാമായണത്തിലെ മറ്റു ശ്ലോകങ്ങൾ കൂടി ഞാൻ പറയാം. അയോധ്യാകാന്ഡം 52 അധ്യായം 102 ശ്ലോകത്തിൽ കാട്ടുപന്നി, മ്ലാവ്, മാൻ എന്നിവയെ വേട്ടയാടിയതിനെ കുറിച്ചും അവയുടെ മാംസത്തെക്കുറിച്ചും പറയുന്നുണ്ട്. 96 അധ്യായം 1-2 ശ്ലോകങ്ങളിൽ ചുട്ട മാംസത്തെക്കുറിച്ച് ചർച്ച വരെയുണ്ട്.